എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ? അപ്പൊ ഇന്നത്തെ വിശേഷം വരാൻ കുറച്ച് വൈകിട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇത്ര താമസിച്ചിരുന്നത്. അപ്പൊ എല്ലാരും മറക്കാതെ കയറി കാണണം കേട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷത്തിൽ കാണിക്കുന്ന പ്രകാശൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണ സമയത്താണ് ഭാനുമതി അമ്മ അങ്ങോട്ട് വരുന്നത്. ഭാനുമതി അമ്മ വന്നിട്ട് പറഞ്ഞു, എന്താ മോനെ നീ എന്താ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കണേന്ന് ചോദിക്കാം. ഒന്നുമില്ലമ്മേ. പിന്നെ മോനെ ഇതേ വൈകുന്നേരം കഴിക്കാനുള്ള ഫുഡൊക്കെ ആയിട്ടാ ഞാൻ വന്നിരിക്കണേന്ന് പറയാം. അതെന്താമ്മേ? എന്നോട് ശാരി പറഞ്ഞു ഫുഡ് കൊണ്ടോക്കോളാൻ പറഞ്ഞു. പഴയതുപോലെ ഒന്നുമല്ല, ശാരിക്ക് നല്ല മാറ്റമുണ്ട് മോനെ. നല്ല അലിവോട് കൂടിയാ സംസാരിക്കുന്നത്. അമ്മേ ആ മാറ്റമൊന്നും അമ്മ കാര്യമായിട്ട് അങ്ങനെ കണക്കിലെടുക്കണ്ട കേട്ടോ. അറിയാലോ അവരുടെയൊക്കെ സ്വഭാവം, അതൊക്കെ എനിക്ക് അറിയാൻ മോനെ. പിന്നെ ഈ മാസം ഒരു 10-12,000 രൂപ ഞാൻ തരാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു 7,000 രൂപ എന്നോട് അടുത്ത ദിവസം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി പൈസ നമുക്ക് പിന്നെ വാങ്ങിക്കാം അല്ലേ മോനെന്ന് ചോദിക്കാം. എന്താണെങ്കിലും ഈ സമയത്ത് ഒരു പണി കിട്ടിയത് അത് ആശ്വാസമായി. പിന്നെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നു പോവില്ലോ, പിന്നെ പൈസയും കിട്ടും. അമ്മേ ഇതൊക്കെ എന്തിനാ വാങ്ങിച്ചോണ്ട് വരുന്നത്? ശരിക്കും നായ്ക്കൾക്ക് കൊടുക്കുന്ന പോലെയല്ലേ? നായ്ക്കൾക്ക് കൊടുക്കുന്ന പോലെ. അതെ, നമ്മുടെ വീട്ടിൽ മിച്ചം വരുന്ന ഫുഡ് എന്താ ചെയ്യുന്നത്? നമ്മൾ നായ്ക്കൾക്കൊക്കെ കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ അതുപോലെ അല്ലേ അമ്മേന്ന് ചോദിക്കാം. എടാ നീ അങ്ങനെ പറയരുത് മോനെ, ഞാനാ ഇത് ഫുഡൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ എങ്ങനെയാ അത്? ഞാൻ എന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയതല്ലേ, എനിക്കിത് കളയാൻ പറ്റുമോ? പിന്നെ അവര് പോരാത്തിന് തരുന്ന ആഹാരം, നമ്മുടെ അവസ്ഥ അവർക്ക് നന്നായിട്ട് അറിയാലോ. അമ്മേ എന്നാലും അത് ശരിയാണോ എന്ന് ചോദിക്കാം. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പ്രകാശ, ഈ സമയത്ത് ഇങ്ങനെ ഒരു കാര്യം കിട്ടിയത് തന്നെ വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അമ്മയോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയാം. എന്തായാലും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താ മോനെ? അല്ല, എനിക്കൊരു ജോലി ഏകദേശമൊക്കെ ശരിയായിട്ട് വന്നിട്ടുണ്ട്. ഒരു ഡ്രൈവർ പണി എന്ന് പറയാം. ഡ്രൈവർ പണിയോ? അയ്യോ എന്റെ മോനെ, നിനക്ക് ഈ സമയത്ത് ഡ്രൈവർ പണിയാനൊക്കെ പോകാൻ പറ്റുമോ? കാരണം നിനക്ക് വയ്യാണ്ടിരിക്കുമല്ലേ, ഒരു മാസമെങ്കിലും നല്ല റെസ്റ്റ് വേണമെന്നല്ല ഡോക്ടർ പറഞ്ഞത്. ഇപ്പൊ എങ്ങനെ ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും അസുഖം എന്തെങ്കിലും വന്നാലോ, എന്ത് ചെയ്യും? അല്ലമ്മേ മറ്റൊന്നുമല്ല, ഒരു പക്ഷേ ഒരു ഡ്രൈവർ ജോലിക്ക് പോവുകയാണെങ്കിൽ 10-25,000 രൂപ ശമ്പളം കിട്ടുമായിരിക്കും. അത് മതി. നമുക്ക് ഒരു 10-15,000 രൂപ എടുത്തു കഴിഞ്ഞാൽ ബാക്കി പൈസ നമുക്ക് ലാഭിക്കാലോ. ആ പൈസ സ്വരുക്കൂട്ടി വെച്ച വിക്രത്തിനെ പുറത്തിറക്കണ്ടേ? ഒറ്റ മോന, അവനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ജീവിച്ചിരിക്കുന്ന തന്നെ. അവൻ എങ്ങനെയല്ലോ ഒന്ന് പുറത്തിറക്കണ്ടേന്ന് ചോദിക്കാം. അതൊക്കെ ശരി തന്നെയാ. അതാ അമ്മ ഞാൻ പറഞ്ഞേ, കുഴപ്പമൊന്നുമില്ല. 2-3 ദിവസം അവിടെ മെഡിസിൻ കഴിച്ച് കഴിയുമ്പോൾ അതങ്ങോട്ട് കുറഞ്ഞോളൂ. പിന്നെ കുഴപ്പമൊന്നുമില്ല ഡോക്ടർ പറഞ്ഞേ. അല്ലേലും എന്റെ നെഞ്ച് നിന്നു പോകാൻ കാരണം എന്താ? എന്നാ വിക്രത്തിന് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായതുകൊണ്ടാ. അല്ലെങ്കിൽ ഒരു കാരണവശാലും എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ലായിരുന്നു. അമ്മയ്ക്ക് അറിയാവുന്ന കാര്യമില്ലേ. പിന്നെ ആ വിസിറ്റിംഗ് കാർഡും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. എന്നോടൊന്ന് ഫോൺ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മ വന്നിട്ട് ചോദിച്ചിട്ട് വിളിക്കാന്ന് വെച്ചു. ഞാനത് വിളിച്ചു നോക്കട്ടെ അമ്മയെന്ന് പറയാണ്. നിന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യും മോനെന്ന് പറയാണ്. അങ്ങനെ പ്രകാശം വിളിക്കുവാണ്. പ്രകാശം വിളിച്ചു കഴിഞ്ഞപ്പം അങ്ങേ തലയ്ക്കൊന്ന് കോൾ എടുക്കുകയാണ്. ഹലോ, ആരാന്ന് ചോദിക്കണം. അല്ല, ഞാൻ ബാലണ്ണൻ വിളിച്ചിട്ടുണ്ട്. ബാലണ്ണനോ? ഏത് ബാലണ്ണൻ? അല്ല, അവിടെ വർക്ക്ഷോപ്പ് നടത്തുന്ന ബാലൻ. ഓ മനസ്സിലായി. എന്റെ പേര് പ്രകാശൻ. കേൾക്കാൻ കാത്തിരുന്ന സൗണ്ട്. ഈ സൗണ്ടിന് വേണ്ടി കുറെ കാലം ഞാൻ കാത്തിരുന്ന അങ്ങനെ വന്നു. പിന്നീട് പറഞ്ഞു, അല്ല ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാലനോട്. മനസ്സിലായെന്ന് ചോദിക്കാം. എല്ലാം മനസ്സിലായി മാഡം പറഞ്ഞാൽ മാത്രം മതി. അതെ, എനിക്ക് ആവശ്യം വരുമ്പോൾ ചിലപ്പോൾ ലോങ് കാണും, അല്ലെങ്കിൽ ചെറിയ രീതിയിലൊക്കെ കാണത്തുള്ളൂ. പക്ഷെ എനിക്ക് വിശ്വസ്തനായിരിക്കണമെന്ന് പറയാം. അതൊക്കെ ഓക്കെ മാഡം, എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ അങ്ങനെ എന്റെ വിശ്വസ്തനായിട്ടിരിക്കുവാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ തുക നിങ്ങൾക്ക് ഞാൻ ശമ്പളമായിട്ട് തരും. അതിനൊരു മാറ്റമില്ലെന്ന് പറയാം. ശരി മാഡം, പിന്നെ എന്ന് വരണമെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. ഓക്കെ അല്ലേന്ന് ചോദിക്കാം. ശരി ഓക്കെ എന്ന് പറഞ്ഞ് കോള് കെട്ടുകയാണ്. പ്രകാശം ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അമ്മേ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടെന്ന് തോന്നേ. എന്താ മോനെ? ഞാൻ വിളിച്ച് സംസാരിച്ചു, അവർക്ക് ഓക്കെ ആന്ന് പറഞ്ഞു. എത്ര രൂപ വേണേ ശമ്പളം തരാമെന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. എന്നാലും മോനെ എനിക്ക് നിന്നെ വിടാനൊരു മടി. എൻ്റെ അമ്മേ, ഈ വയസ്സാം കാലത്ത് അമ്മേനെ ജോലിക്ക് വിട്ടിട്ട് എനിക്ക് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് എന്തുമാത്രം വീർമുട്ടൽ ഉണ്ടാവുന്നുണ്ടെന്ന് അറിയാവോ? അമ്മേനെ ജോലിക്ക് വിട്ട് അമ്മയ്ക്ക് ഇത്രയും രൂപയല്ലേ കിട്ടുള്ളൂ. ഞാൻ പോവാണെ പ്രശ്നമില്ലല്ലോ. അമ്മ ധൈര്യമായിട്ടിരിക്കുക, എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയാണ്. പിന്നീട് ആ പെൺകുട്ടി നേരെ ചെല്ലുന്ന RS കൺസ്ട്രക്ഷൻ അങ്ങോട്ടായിരുന്നു, കല്യാണിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക്. അങ്ങനെ ഞാൻ പുറത്ത് സെക്യൂരിറ്റിയോട് ചോദിച്ചു, അല്ല MD ഇല്ലേന്ന് ചോദിക്കാണ്. എം ഡി ഏത് ആരാന്ന് ചോദിക്കണം. MD ആരാന്നോ? അല്ല 2 പേരുണ്ട്, കിരൺ സാറും ഉണ്ട്, കല്യാണി മേഡം ഉണ്ട്. അതിൽ ആരാന്ന് ചോദിക്കണം. അല്ല ഇതിനകത്ത് ശരിക്കുള്ള MD ആരാ? 2 പേര് ശരിക്കുള്ള MD യാ. ആകെപ്പാടെ പെട്ടുപോയി. അന്നേ പിന്നെ ശരിക്കും നോക്കുമ്പോഴേ ഇതിനകത്ത് കല്യാണി മേഡം എന്ന് പറയണം. എന്നാൽ ശരി, കല്യാണി മേഡത്തിനെ കണ്ടാൽ മതി എന്ന് പറയാം. ആയിക്കോട്ടെ. അങ്ങനെ അകത്തേക്ക് കയറ്റിവിടുകയാണ്. പിന്നീട് റിസപ്ഷനിൽ ചെന്നിട്ട് അവിടെ 2 പേരിരിക്കുന്നു. ഒന്ന് കാദംബരി ആയിരുന്നിരുന്നത്, ഒന്ന് മേഘന ആയിരുന്നിരുന്നത്. അവരോട് പറഞ്ഞു, കല്യാണി മേഡത്തിന് ഒന്ന് കാണണമെന്ന് പറയണം. ഓക്കെ ശരി, ഇപ്പൊ വിളിക്കാന്ന് പറഞ്ഞപ്പോ അങ്ങോട്ട് അവിടുത്തെ ആ ഒരു സ്റ്റാഫ് വരുവാണ്. സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു, അതെ ആരാ എന്താന്ന് ചോദിക്കണേ. ഞാൻ കാർത്തിക.
ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓ മനസ്സിലായി മനസ്സിലായി, മുമ്പേ വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ, കാർത്തിക മാഡം അല്ലേ, മനസ്സിലായി, വരാൻ പറയണേ. എം ഡിയുടെയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയാം. ആ ശരി ശരി. ഈ സമയം അങ്ങോട്ട് കാദംബരിയെ കയറിപ്പോയത്. മേഘന അവിടെ ഇരുന്ന് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനകത്ത് ആരായിരിക്കും കാദംബരി? പക്ഷെ ആ കയറിപ്പോയതാണോ ഇവിടെ ഇരിക്കുന്നതാണോ എന്നൊരു സംശയം കാർത്തികയുടെ ഉള്ളിലുണ്ടായിരുന്നു. പിന്നീട് കാദംബരി എന്നിട്ട് അകത്തേക്ക് എന്നിട്ട് പറഞ്ഞു, അതെ ഒരു കാർത്തിക കാണാൻ വന്നിട്ടുണ്ടെന്ന് പറയാം. ആണോ, എന്നാ പിന്നെ എന്താ കയറ്റിവിടായിരുന്നേ, അവരോട് ഇങ്ങോട്ട് വരാൻ പറയണം. അങ്ങനെ കാദംബരി ഇങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു, അതെ മാഡത്തിനോട് അകത്തേക്ക് കയറി ചെല്ലാൻ പറഞ്ഞു. ഓ അങ്ങനെയാണോ? അല്ല പേര് പറഞ്ഞില്ല. കാദംബരി. ഓ ഇതാണ് കാദംബരി. ഒരു ചെറു പുഞ്ചിരിയൊക്കെ അവരുടെ കാർത്തികയുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടായിരുന്നു. അങ്ങനെ അകത്തേക്ക് കയറി ചെല്ലുവാണ് കാർത്തിക കയറി ചെന്ന് കാർത്തികനെ കണ്ടതും പെട്ടെന്ന് കല്യാണി ഇങ്ങനെ മുൻപ് പരിചയമുള്ള പോലെ ഇങ്ങനെ നോക്കുവാണ്. പെട്ടെന്ന് കല്യാണിയുടെ ഉള്ളിൽ കൂടെ ആ കഥകളൊക്കെ കടന്നു പോവാ. കാരണം ക്ഷേത്രത്തിൽ വെച്ച് കണ്ടത് താൻ അറിയാതെ അവര് എന്നെ കൂട്ടിമുട്ടിയതും പിന്നെ തന്റെ കയ്യിലിരുന്ന പ്രസാദം എല്ലാം താഴെ പോയതൊക്കെ. ഓ ഇപ്പം എനിക്ക് മാഡത്തിനെ ഓർമ്മ വന്നു. രാവിലെ നമ്മൾ ക്ഷേത്രത്തിൽ വെച്ചൊന്ന് കണ്ടുമുട്ടിയായിരുന്നില്ലേ, അത് അപ്രതീക്ഷിതമായിട്ട് കണ്ടുമുട്ടലായിരുന്നല്ലേ എന്ന് ചോദിക്കാം. അതെ അതെ. അങ്ങനെ അവർ രണ്ടുപേരും സ്വയം പരിചയപ്പെടുത്തുവാണ്. ഞാൻ കാർത്തിക, എനിക്ക് ചെന്നൈയിലൊരു ഫുഡ് കമ്പനി ഉണ്ടെന്ന് പറയണേ. ഇപ്പൊ അതിന്റെ ഒരു ബ്രാഞ്ച് എനിക്ക് ഇവിടെ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ട ഞാൻ കല്യാണിനെ സമീപിച്ചെന്ന് പറയാം. കല്യാണി പറഞ്ഞു, അതിനെന്താ മാഡം, ഇരിക്കാൻ പറയാണ്. അങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ്. പിന്നെ പറഞ്ഞല്ലോ, എല്ലാ കാര്യങ്ങളും വൃത്തിയായിരിക്കണം. പൈസ എത്രയാണെങ്കിലും എനിക്ക് കുഴപ്പമുള്ള കാര്യമല്ല, നല്ല രീതിയിൽ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കണം എന്ന് പറയാം. അല്ല എന്നത്തേക്കാ മാഡം? എത്രയും പെട്ടെന്ന്, കാരണം ഉദ്ഘാടനത്തിന് ഇനി അധികം നാളുകളൊന്നുമില്ല. അപ്പൊ അതിനു മുമ്പ് കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കണം. പിന്നെ എത്ര എമൗണ്ട് വേണം നിങ്ങൾ ചോദിച്ചോ, അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് പറയാം. ശരി എന്നാ ഓക്കെ എന്ന് പറയാണ്. പിന്നെ അഡ്വാൻസ് പേയ്മെന്റ് ഇതൊരു ചെക്ക് അങ്ങോട്ട് എടുത്തു കൊടുക്കണം. അല്ല ഇതിപ്പോ വേണ്ട, അഡ്വാൻസ് ഒന്നും വേണ്ടാന്ന് പറയാം. അങ്ങനെയല്ല, ഇതിപ്പം അഡ്വാൻസ് തരണമല്ലോ, നിങ്ങൾ അടുത്ത് തുടങ്ങാൻ പോവല്ലേ, ഉടനെ തന്നെ പണി തുടങ്ങൂല്ലേ എന്ന് ചോദിക്കാം. അല്ല ഞങ്ങൾ വന്ന് സൈറ്റൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട്, ഇപ്പോഴാണെങ്കിൽ എൻ്റെ ഭർത്താവില്ല ഇവിടെ, കിരണേട്ടനില്ല. കിരണേട്ടനും കൂടെ ഉള്ള സമയത്ത് ഞങ്ങൾ രണ്ടും കൂടെ വന്നിട്ട് സൈറ്റൊക്കെ ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ അതിന്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയാം എന്ന് പറയാം. അതൊന്നും കുഴപ്പമില്ല, ഇപ്പൊ എന്നാലും അഡ്വാൻസ് ഇരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ചെക്ക് ലീഫ് അങ്ങോട്ട് എടുത്ത് കൊടുക്കുകയാണ്. എന്നാ ശരി നമുക്ക് വീണ്ടും കാണാം എന്നും പറഞ്ഞുകൊണ്ട് കാർത്തിക അങ്ങോട്ട് പോവാണ്. ഈ സമയം കല്യാണി ആ ചെക്കിലേക്ക് നോക്കിയപ്പോൾ വലിയൊരു എമൗണ്ട് ആയിരുന്നു. ഇത്ര എമൗണ്ടോ, ഇത്ര വലിയ എമൗണ്ടിന്റെ പണിയൊന്നും കാണത്തില്ലോ എന്ന് കല്യാണി മനസ്സിൽ പറയുകയും ചെയ്തു. എന്നാലും പക്ഷെ കല്യാണിക്ക് പ്രത്യേകിച്ച് ഒരു അസ്വാഭാവികത ഒന്നും തോന്നില്ല. പിന്നീട് കാണിക്കുന്ന മനോഹർ ഒരുങ്ങിക്കൊണ്ടിരിക്കുവായിരുന്നു. മനോഹർ കണ്ണാടിക്ക് മുന്നിൽ ഭയങ്കര ഒരുക്കുക, സ്വയവേ സംസാരിക്കുന്നുണ്ട്. 6 മാസത്തിനുള്ളിൽ താൻ ഒരിടത്തും പോയാൽ നിൽക്കാറില്ല, ആദ്യമായിട്ടാണ് ഇത്രയും. ഇതിപ്പോ കുറെ നാളായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ആ ഡോണയുമായിട്ടുള്ള എൻഗേജ്മെന്റും മുടങ്ങി. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഓരോ പെണ്ണുങ്ങൾ വന്നുകൊണ്ടിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, എന്ത് ചെയ്യാനാ, ഇനി ഇവിടുന്ന് എത്രയും പെട്ടെന്ന് എസ്കേപ്പ് ആവണം, എങ്കിൽ മാത്രമേ തനിക്ക് രക്ഷയുള്ളൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് സ്വന്തം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സരയോ ഇങ്ങോട്ട് വരുന്നത്. സരയോ എന്ന് വെച്ചിട്ട്, മനുവേട്ടൻ എന്താ ആരോടെ സംസാരിക്കണേന്ന് ചോദിക്കുക. അല്ല മോള്, ഞാൻ ചുമ്മാ എന്നോട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇതെന്ത് പറ്റി? അല്ല എൻ്റെ മോളും എത്ര ഭാഗ്യവതിയാണ്, എൻ്റെ മോളിനെ കിട്ടിയ ഞാനും എത്ര ഭാഗ്യവതിയാന്ന് അത് ഞാൻ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. പിന്നെ അത് ഇച്ചിരി ഉറക്കെ ആയി പോയെന്ന് മാത്രം. മനസ്സിലായെന്ന് പറയാം. അല്ല മനുവേട്ടൻ എന്താ പതിവിലും വിപരീതമായിട്ട് നന്നായിട്ടൊന്ന് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ, എന്താ പറ്റി? വല്ല പെണ്ണ് കാണാൻ പോവാണോന്ന് ചോദിക്കണം. പെട്ടെന്ന് മനോഹർ കൃത്രിമമായിട്ടുള്ള ദേഷ്യം അങ്ങോട്ട് അഭിനയിച്ചു. ദേ മോളു എന്നും പറഞ്ഞങ്ങ് തിരിഞ്ഞു. അയ്യോ മനുവേട്ട, ഞാൻ വെറുതെ തമാശ പറഞ്ഞല്ലേ. എന്റെ മനുവേട്ടന് ഒരുങ്ങിയാലും ഒരുങ്ങിയില്ലേലും സുന്ദരനാന്നുള്ള കാര്യം എനിക്കറിയാലോ. പിന്നെ പതിവിലും വിപരീതമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതോടെ ഞാൻ ചോദിച്ചാന്ന് പറയാം. എൻ്റെ മോളും അല്ലാതെ എനിക്ക് പിന്നെ ഒരു ജീവിതം ഉണ്ടാവും. എൻ്റെ മോളാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയത്. എൻ്റെ മോളില്ലാതെ ഒരു പെണ്ണിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ലെന്ന് പറയണം. അതൊക്കെ എനിക്ക് അറിയാൻ പറ്റില്ല മനുവേട്ടാന്ന് പറയാം. മനുവേട്ട എന്നാൽ എന്നെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് അമേരിക്കയ്ക്ക് കൊണ്ടുപോകും. എനിക്ക് ഇവിടെ ഒരു ഭ്രാന്താലയം പോലെ തോന്നുന്നതുകൊണ്ട്. ഭ്രാന്താലയോ? എൻ്റെ മോളും അങ്ങനെ പറയരുത്, ഇത് ഭ്രാന്താലയമല്ല, ദേവാലയ. എൻ്റെ മോള് വസിക്കുന്നോടല്ലേ, എൻ്റെ മോളെന്ന് പറഞ്ഞാൽ ആരാ? ദേവിയല്ലേ, ദേവി വസിക്കുന്നോടെ ദേവാലയം അല്ലേന്ന് ചോദിക്കുക. ഇതെല്ലാം സരയു വിശ്വസിക്കുവാണ്. സരയുവിന് ചെറിയ നാണമൊക്കെ വന്നു. പിന്നീട് സരയു വന്ന് മനോഹറിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു. മനോഹർ പതുക്കെ പറഞ്ഞു, എടി കൂടി പോയിട്ട് കുറച്ച് നാളുകൾ കൂടെ, അതിനുള്ളിൽ ഞാൻ എൻ്റെ നെഞ്ചിലേക്ക് വേറൊരാളായിരിക്കും വന്ന് കിടക്കാൻ പോകുന്നത്. പെട്ടെന്ന് സരയു ഇങ്ങോട്ട് മാറിയിട്ട് പറഞ്ഞു, അതെ എനിക്ക് മനുവേട്ടനെ നെഞ്ചിടിപ്പ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് പറയാം. മനോഹർ പറഞ്ഞു, അതെ എൻ്റെ നെഞ്ചിലെ ഇടുപ്പല്ല മനസ്സിലാക്കണ്ടേ, മോളുവിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ ഇടുപ്പാ ഇപ്പം മോള് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയാം. മനുവേട്ട അന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് അമേരിക്കയിലേക്ക് പോയാലെന്ന് ചോദിക്കണം. മോള് എന്തായി പറയണേ? ഇപ്പോഴും അമേരിക്കയ്ക്ക് പോകാനോ? നല്ല കഥയായിപ്പോയി. അതെ ഒന്നാമത്തേക്കിനും പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്തല്ലേ, കുഞ്ഞിനി ഫ്ലൈറ്റിലൊക്കെ കയറി കഴിയുമ്പോൾ ശ്വാസം മുട്ടിയാലോ,
അത് വല്ലാത്ത പ്രശ്നമോ, അപ്പൊ അതിന് പറ്റുന്ന ഫ്ലൈറ്റ് ഏതിലുണ്ടോ ഞാനൊന്ന് നോക്കട്ടെ, അങ്ങനെ നോക്കിയിട്ട് നമുക്ക് പോകാന്ന് പറയണേ. എന്ത് മണ്ടത്തരം പറഞ്ഞാലും അതെല്ലാം പിന്നെ സരയു വിശ്വസിച്ചോളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്കിന്നൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറയാണ്. അത് VIP മീറ്റിംഗ് ആന്ന് പറയാം. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി സ്മാർട്ടായിട്ട് ഒരുങ്ങിയിരിക്കുന്നതെന്ന് പറയാം. അതെയോ? അല്ല, ഒരു ടൈ ഒക്കെ കെട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല. ടൈ ഒക്കെ ഞാൻ ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ട്. ഉം. അവിടെ ചെന്നിട്ട് ഞാൻ അവിടെ നിന്ന് കെട്ടിക്കൊണ്ട് പോയിക്കോളാം. അല്ല, മനുവേട്ട ഏത് ഹോട്ടലിലാ റൂം എടുത്തേക്കുന്നത്? പെട്ടെന്നൊന്ന് ആലോചിച്ചു. അല്ല, അത് ഹോട്ടൽ സൂര്യ. ഓ, അത് 5 സ്റ്റാർ ആന്ന് പറയാണ്. അവിടെയാന്നാണ്. ആഹാ, എന്നാ മനുവേട്ടാ എന്നെയും കൂടെ ഒരു ദിവസം അവിടെ കൊണ്ടുപോയി നിർത്തുന്നു പറയാണ്. അതെന്തിനാ മോളും അവിടെ കൊണ്ടുപോയി നിർത്തുന്നേ? മോള് പിന്നെ ഇവിടെ ഒന്നും തന്നെ കുഴപ്പം. അല്ല, എനിക്ക് ഇവിടെ ഒന്ന് ബോറടിക്കാൻ തുടങ്ങി. നമുക്ക് അവിടെ പോയി താമസിക്കാന്നേ കുറച്ച് ദിവസം അങ്ങനെ. അയ്യോ, അത് പറ്റത്തില്ല. അതെങ്ങനെ ശരിയാവുന്നേ? അച്ഛനെയും അമ്മേനെയൊക്കെ ഇട്ടിട്ട് അങ്ങനെ പോയി നിൽക്കാൻ പറ്റുന്ന സമയമാണോ മോളും ഇപ്പം? മോള് അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. മോളിന്റെ ഏട്ടതെ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് ചോദിക്കണം. ശരി ശരി എന്ന് പറയാണ്. പിന്നീട് മനോഹർ എന്നാ ഞാൻ പോയിട്ട് വരട്ടെ, എന്നാ ഞാൻ ദേ ഗേറ്റിംഗ് വരെ ഞാനും കൂടെ കൊണ്ടുവിടാന്നും പറഞ്ഞിട്ട് മനോഹറെ ഗേറ്റിന്റെ അവിടം വരെ കൊണ്ടുവിടുവാണ്. പിന്നീട് മനോഹർ കയറിപ്പോവാണ്. ടാറ്റയെ കൊടുത്തിട്ടാ പോകുന്നേ. വലിയ VIP മീറ്റിങ്ങിന് പോവാണല്ലോ. പിന്നീട് കാറത്തെ വീട്ടിലേക്ക് വന്ന് കയറുവാണ്. വീട്ടിലേക്ക് വന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേനും ഒരാൾ ചേച്ചി വന്ന് കതക് തുറന്നു. ആ മോളെ കയറി വരാൻ പറയാണ്. അങ്ങനെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ വെള്ളമൊക്കെ കൊണ്ട് കൊടുക്കണം അവര്. പിന്നെ ഓമന ചേച്ചി ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു. എന്താ മോളെ? ഞാൻ ഇത്രയും നാളും കാണാൻ കാത്തിരുന്ന ഒരാളില്ലേ, അയാൾ ഇന്ന് ഈ വീട്ടിൽ വരുമെന്ന് പറയാണ്. ആര്? അവൻ ഇന്ന് ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിക്കണം. അതെ, അയാൾ ഇങ്ങോട്ട് വരും. ഞാൻ പറഞ്ഞല്ലോ കുറെ കാലമായിട്ട് ഞാനൊരു യാത്രയിലായിരുന്നു. ഇപ്പോഴാണ് ആ യാത്ര ഏകദേശം ലക്ഷ്യത്തിലേക്ക് എത്താൻ പോകുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് പോകുന്ന യാത്രയിൽ ആരൊക്കെ എൻ്റെ ഒപ്പം കൂടും, ആരൊക്കെ വീടുന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കാർത്തികൻ കൂടി കയറി പോവാണ്. ഇത് കേട്ടതും ഓമൻ ചേച്ചി ഇങ്ങനെ കാർത്തികനെ നോക്കുവാണ്. പിന്നീട് കാണിക്കുന്ന നിഷയുടെ വീടാ. നിഷയുടെ വീട് നിഴലൊക്കെ കൊളുത്തി വെച്ചിട്ടുണ്ട്. മോതിരമാറ്റം നടക്കാൻ പോകുന്നത്. അപ്പം നിഷയും മനോഹറും കൂടെ നിൽക്കുകയാണ്. അപ്പം അവരുടെ അമ്മ പറഞ്ഞു, നിഷയുടെ അമ്മ പറഞ്ഞു, ഓ വലിയ രീതിയിലൊക്കെ നടത്തണമെന്ന് ഓർത്താ, പക്ഷെ എന്ത് പറയാനാ, ഇങ്ങനെയൊക്കെ മതിയെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ബന്ധുക്കാർക്കൊക്കെയാണ് പരിഭവമുണ്ട്. അവരെയൊന്നും വിളിച്ചില്ല എന്നും പറഞ്ഞിട്ട് മനോഹർ പറഞ്ഞു, അതിന്റെ ആവശ്യം എന്താ? അതേ ആൾക്കാരെയും കൂട്ടിയൊന്നും നടത്തേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ ആണെങ്കിലും അച്ഛനും അമ്മയ്ക്കൊന്നും വരാൻ പോലും പറ്റിയില്ല. ഈ സമയം നിഷയുടെ അച്ഛൻ പറഞ്ഞു, അല്ലേലും ഒത്തിരി ആൾക്കാരെ വിളിച്ച് നടത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഇനിയിപ്പോൾ കല്യാണം എൻഗേജ്മെന്റെല്ലാം അടുത്തടുത്ത തീയതികളിലല്ലേ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലെന്ന് പറയാണ്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്തൊരു കാറ് വന്നിരിക്കുന്നത്. കാറിനകത്തുനിന്ന് കല്യാണി ഇങ്ങോട്ട് ഇറങ്ങണം. അപ്പൊ കാറിന്റെ സൗണ്ട് കേട്ട് ആരാന്നുള്ള രീതിയിൽ മനോഹറും നിഷ എല്ലാവരും നോക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങള് ഇന്ന് കണ്ട് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാം കേട്ടോ. എന്താ സംഭവിച്ചതെന്ന് അറിയണ്ടേ? അപ്പം എല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുക കേട്ടോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.